శాతం మహాకావ్య నాటకాది ప్రియం మహాకావ్య నాటకాది ప్రియం మూషిక వాహన మోదక ప్రియం. ശ്രീഹരീസ് മീഡിയ ഗെയിം. ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രീഹരീസ് മീഡിയ ഗെയിമിങ്ങിന്റെ പഴയ ഒരു ചാനലായിരുന്നു എന്റെ ശ്രീഹരീസ് മീഡിയ ഗെയിമിംഗ്. പക്ഷെ അത് ഹാക്കായി. അതിന് പകരമായി ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ചാനലാണ് നിങ്ങളിപ്പോൾ കാണുന്ന കുട്ടിപ്പട്ടി, ക്യൂട്ടിപ്പട്ടി. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ക്രിയേറ്റീവ് ഫ്ലാറ്റ് വേൾഡിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ വേൾഡിന്റെ പേരടിച്ച ഒരു സംഭവമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. PSL-ലാണ് നമ്മളെ വേൾഡിന്റെ പേര്. പിന്നെ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്കൊരു ഫോറസ്റ്റ് ഉണ്ട്. ഈ ഫോറസ്റ്റിലാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ ഞാൻ നട്ടു വളർത്തിയേക്കുന്നത്. ഇവിടെ ഗോലമുണ്ട്. ഈ മറ്റേ മോബ്സ് ഒക്കെ സ്പോൺ ആവുമ്പോ അതിനെ തല്ലിക്കൊന്നോളും. പിന്നെ കാണിക്കാൻ പോകുന്നത് ഈ വേൾഡിന്റെ ഓഫീസാണ്. ഇതാണ് വേൾഡിന്റെ ഓഫീസ്. അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് കുറച്ചൊക്കെ വെച്ചിട്ടുള്ളൂ. ഇതാണ് വേൾഡിന്റെ ഓഫീസിന്റെ ഉൾഭാഗം. പിന്നെ താഴെ വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ബാമ്പു വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ക്രിയേറ്റീവ് ആയതുകൊണ്ട് എന്തും ചെയ്യാലോ. അപ്പൊ ഇവിടെ താഴെ ഇപ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇതാണ് ഗോഡൌൺ, സ്റ്റോറേജ് പ്ലേസ്. അപ്പൊ ഇതിന്റെ ഡോർ തുറക്കാം. ഇതാണ് ഗൈസ് സ്റ്റോറേജ് പ്ലേസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മോസ്റ്റ് സ്പോൺ ആവുന്നതുകൊണ്ട് ഒരു ഗോളത്തിന് പിടിച്ച് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറെ ബാരലുണ്ട്. ഇതിന് എണ്ണ ഒന്നുമില്ല. പിന്നെ കാണാനുള്ളത് ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ അമ്പലം പോലെ കുളത്തിന്റെ അവിടെ. ഇവിടുത്തെ പ്രതിഷ്ഠ വെങ്കടാചലപതിയാണ്. നമ്മളെ ഈ വേൾഡിന്റെ ദൈവം എന്ന് പറയുന്നത് വെങ്കടാചലപതിയാണ്. അപ്പൊ ഗൈസ്, ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഇവിടെ കാണിക്കാൻ പോകുന്നത് ബോക്സിംഗിന്റെ ഏരിയ ആണ്. ഇതാണ് ഇവിടുത്തെ ബോക്സിംഗ് സ്റ്റേഡിയം. അപ്പൊ ഗൈസ്, ഇവിടെ ബോക്സിംഗ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് പോയേക്കാം. അപ്പൊ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ക്രീപ്പറിനെയും സ്കെൽറ്റനെയും ഒരുമിച്ചിട്ട് അടി ഉണ്ടാക്കിപ്പിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹോബി. പിന്നെ കാണാനുള്ളത് ഇവിടുത്തെ മെയിൻ വെങ്കടാചലപതി ക്ഷേത്രമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ വെങ്കടാചലപതി ക്ഷേത്രം. ഇതാ കണ്ടോ, ലോഗോയൊക്കെ വെങ്കടാചലപതി കുറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് കാണാനുള്ളത് നമ്മളെ തറവാടാണ്. അത് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി കുളം പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വില്ലേജ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ വില്ലേജ് ആണിത്. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ വില്ലേജസ് ഉണ്ട്, 2 ഗോലമുണ്ട്, പ്രൊട്ടക്ഷന്, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ വില്ലേജസിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ റൂമും ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റൂം കാണിച്ചു തരാം. ഒരു റൂമിൽ 2 ബെഡും 2 ബാരലും ഉണ്ടാവും. പിന്നെ ഒരു ലാൻഡും. ഇതാണ് ഈ ഒരു വില്ലേജിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് വില്ലേജിലേക്കുള്ള എൻട്രൻസ്. അപ്പൊ ഗൈസ്, ഇനി നേരെ നമ്മൾ കാണാൻ പോകുന്നത് എന്റെ കോട്ടയാണ്. കോട്ടയ്ക്ക് മുമ്പിൽ ഞാൻ ഒരു ചായക്കട പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ ഗൈസ്, ഇനി കാണിക്കാൻ പോകുന്നത് കോട്ടയാണ്. കോട്ടയുടെ വാതിൽ അപ്പുറത്തുനിന്നേ തുറക്കാൻ പറ്റുള്ളൂ. ഇതാ എഴുതിയിട്ടുണ്ട്, പൂവക്കോട്ട് ഫോർട്ട്. വീട്ടുപേരാണ്, നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. അത് ഞാൻ ചുമ്മാ വെച്ചതാണ്. അപ്പൊ പിന്നെ കോട്ടയല്ല ഇത് ശരിക്കും. അപ്പൊ ആദ്യം കാണാൻ പോകുന്നത് കുറെ മാവ് പിടിച്ച കോപ്പറിന്റെ ഇടയ്ക്കുള്ള നമ്മളുടെ സ്വന്തം ആൽമരത്തറയാണ്. ആൽത്തറ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാക്കിയതാണ്. പിന്നെ കാണാനുള്ളത് ചന്ദ്രേട്ടന്റെ ചായക്കടയാണ്. ഒരു ചായക്കട ഉണ്ടാക്കിയതാണ് ഞാൻ. അതും കുറച്ചൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം. നിങ്ങളും കൂടി പറയും നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ കാണാനുള്ളത് ഇവിടെ ഉള്ള കുറച്ച് റൂംസ് ആണ്. അപ്പൊ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതാണ് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കുന്ന റൂം. ഇതാണ് എന്റെ റൂം. ഈ പുറത്ത് കുന്തങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ ഇവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കുറച്ച് നമ്മളെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ കുറെ പേരൊക്കെ വരുമായിരിക്കും. അങ്ങനെ കിടക്കാൻ വേണ്ടി ചുമ്മാ ഉണ്ടാക്കിയതാണ്. സ്ഥലം ഇഷ്ടം പോലെ ഉള്ളപ്പോ നമ്മളെ ഫുൾ അങ്ങോട്ട് ഇതാക്കണം. അതാണ് ഈ സ്ഥലത്തെ കോൺസെപ്റ്റ്. അപ്പൊ ഗൈസ്, ഇനി കാണാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ റൂമുകള്. ഇതാണ് എല്ലാ റൂമും ഒരേപോലെയാണ്. അതുകൊണ്ട് ഒരു റൂം തുറന്ന് കാണിച്ചു തരാം.
പിന്നെ ഇതാണ് ഇതേപോലെ. അപ്പൊ ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഞാൻ നമ്മളെ കേരളത്തിന്റെ തനിമ ഉണർത്താൻ വേണ്ടി പണിത് വെച്ചൊരു കുളക്കടവാണ്. പക്ഷെ കുളക്കടവിന്റെ ചായയൊന്നുമില്ല. അപ്പൊ ഗൈസ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കുതിരപ്പന്തി എന്ന് നമ്മൾ ഇവിടുത്തെ നമ്മളെ ആവശ്യങ്ങൾക്ക് പറഞ്ഞ മൃഗങ്ങളെ കിട്ടുന്ന സ്ഥലമാണ്. ഇതാണ് മേനകേശ് ഒട്ടകം, ഇതാണ് സുരേഷ് കുതിര, പേരൊക്കെ ഞാൻ തന്നെ ഇട്ടതാണ്. ഇതാണ് ആടുപന്നി, ഇതാണ് സൂണൻ ഡോങ്കി, ഇതാണ് രാംഹോസ്. പിന്നെ ഇവിടെ ഇതാണ് എന്റെ പെറ്റ്, കൈസർ എന്നാണ് പേര്. ഇവിടെ ഇപ്പോ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ഒരു ആടുണ്ട്, അതിന് വേറൊന്നുമില്ല. പിന്നെ 2 ഗോലമുണ്ട്. പിന്നെ നമുക്ക് കാണാനുള്ള സ്ഥലം എന്ന് വെച്ചാ ഇനി ഇവിടെ ഉള്ളത് ഇവിടെ ഈ ഒരു ഫോർട്ടിന്റെ സ്വന്തം ഡോഗ്സ് ആണ്. ഇവിടെ ഫുള്ള് കറക്കാണ്. ഇനി ഇവിടെ കാണാനുള്ളത് കുറച്ച് കന്നുകാലി തൊഴുത്താണ്. ഇവിടെ കന്നുകാലികളൊക്കെ നമ്മൾ അയച്ചു വിടുക ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് തോന്നിയാൽ മാത്രമേ തൊഴുത്തിലോട്ട് വരുള്ളൂ. ഇതാണ് നമ്മുടെ പൂവക്കോട്ടിൽ ഫാമിലിയുടെ കുടുംബ സ്മാരകം. പൂവക്കോട്ടിൽ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ഓർമ്മിച്ച പേരൊക്കെ അടിച്ച സ്ഥലമാണത്. എന്താണ്ടോ പൂവക്കോട്ടിൽ രമണിയമ്മ, കാർത്തിയായനിയമ്മ, കുമ്പനായര്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, പഴയ കാരണവന്മാര്. അവരുടെ പേരൊക്കെ നമ്മൾ വെച്ച് ഓർമ്മിച്ചതാണ്. പിന്നെ ഇതാണ് നമ്മുടെ നെതർ പോർട്ടല്. ഇവിടെ ഉള്ളവരൊന്നും അതിന്റെ ഉള്ളോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി ഫുൾ പ്രൊട്ടക്ഷനിൽ വെച്ചേക്കാണ്. അടുത്തതായി കാണാനുള്ളത് നമ്മളെ ഖജനാവാണ്. ഇതിന്റെ ഉള്ളില് കുറെ നിധിയൊക്കെ ഉണ്ട്, കാണിക്കാം. എന്താ ഗൈസ്, ഇതിന്റെ ഉള്ളില് കുറെ നിധിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഊഞ്ഞാലുണ്ട് ഇവിടെ. പിന്നെ പോളാർ ബിയറുകളുണ്ട്. ആദ്യം 3 ഉണ്ടായിരുന്നു, പിന്നെ ഒന്നിനെ വാടം തല്ലിക്കൊന്നു, ഒന്നിനെ വേറെ 2 ഉണ്ട് കേട്ടോ. ഒന്നിനെ വേറെന്തോ മറ്റേ എന്തോ വാടനെന്ന് തോന്നുന്നു, വാടമെന്ന് തല്ലിക്കൊന്നു. അങ്ങനെ 2 ഉണ്ട് ഇപ്പോ നിലവിൽ. പിന്നെ നമുക്കുള്ളത് ഒരു എൻചാൻറ്റ്മെന്റ് ഏരിയയാണ്. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ്. പിന്നെ കോട്ടയുടെ ഉള്ളിലെ അമ്പലം, ഇവിടുത്തെ പ്രതിഷ്ഠയാണ് പന്നി ദൈവം. ഇത്രയൊക്കെ തന്നെ കോട്ടയ്ക്കുള്ളിൽ കാണാനുള്ളൂ. പിന്നെ ഇവിടെ ഒരു മണിയുണ്ട്. ഇതൊരു വെയിറ്റിംഗ് ഷെഡാണ്. ഇത് ഞാൻ കാണിച്ചില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ കാണാനുള്ളത് നമ്മളുടെ തറവാട്, അതായത് എന്റെ തറവാട്. ആ തറവാടിന്റെ ഏകദേശം ഒരു മാതൃകയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ തറവാട്. അപ്പോ ഞങ്ങളുടെ തറവാട്ടിലേക്ക് കേറുമ്പോ തന്നെ കൊറേ വൈക്കോലൊക്കെ കൂട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ. പിന്നെ ഇങ്ങനെ ഒരു കിണറുണ്ട്, അതിന്റെ അടുത്തൊരു ബാത്റൂം പോലെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ക്രീപ്പർ ഒന്ന് പൊട്ടിച്ചാ ഇത് ഞാൻ അറിഞ്ഞില്ല. ക്രീപ്പർ ഒന്ന് എല്ലാം നശിപ്പിച്ചു അവനെ ഞാൻ കൊടുത്തോളാം. പിന്നെ ആദ്യം പുറത്തുനിന്ന് കാണാം, എന്നിട്ട് ഇൻസൈഡ് പോവാം. ഇതൊരു പട്ടിക്കൂടെന്നൊന്നും പറയാൻ പറ്റില്ല, പട്ടിക്കൂടെന്നൊക്കെ പറയാം. പിന്നെ ഇത് കാവാണ് ഞാൻ ഉദ്ദേശിച്ചത്, വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ ചുമ്മാ കുറച്ച് വില്ലേജേഴ്സിനെ പിടിച്ചതിന്റെ ഉള്ളിട്ടാണ്. പിന്നെ ഞങ്ങളെ തറവാട്ടില് പണ്ടത്തെ കുതിരയ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിര ഷെഡും കുതിരയുടെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു മാതൃക പോലെ ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിൽ കുതിരയൊന്നുമില്ല. അതിലിപ്പോ പശുവിനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് പുറത്തുള്ളത്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ ഇതിന്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് തറവാട്ടിലോട്ട് കയറാം. അപ്പൊ ഇതാണ് തറവാട്. തറവാട്ടിൽ ശരിക്കും ഞങ്ങളുടെ തറവാട്ടിൽ 5-6 മുറിയുണ്ട്. പക്ഷെ ഇതിൽ 2 മുറി എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന്. അപ്പൊ കേറുമ്പോ തന്നെ ചുമ്മാ ഒരു രസത്തിന് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് കോലായിൽ വിളക്ക് വെക്കണം, അത് വെച്ചിട്ടില്ല. അപ്പൊ ഇതാണ് തറവാട്ടിലോട്ട് കേറുമ്പോ തന്നെ ആദ്യം ഒരു ലിവിങ് ഏരിയ. ഇതാണ് നമ്മളെ കാരണവന്മാരുടെ മുറി, കാരണവന്മാരെ പൂജിക്കുന്ന സ്ഥലം. ഇതാണ് പത്തായം. അപ്പൊ പത്തായം. പിന്നെ ഇത് കിച്ചണാണ്. കിച്ചണിലൊന്നും പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് കിച്ചണിലോട്ട് ഇറങ്ങുന്ന ഒരു ഡോറാണ്, കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. ഇതിന്റെ ഒക്കെ ഇവിടെ കിച്ചണിന്റെ പണി കഴിഞ്ഞിട്ടില്ല.
അപ്പൊ ഗൈസ് ഇവിടെ കുറച്ച് നമ്മളെ തറവാട്ടിലുള്ള പോലെ ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് സംഭവങ്ങള് എല്ലാം നമുക്ക് ഇതിങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ മൈൻക്രാഫ്റ്റില്. ഇത് ഞാൻ എന്റെ മുത്തശ്ശന്റെ ഒരു ഫോട്ടോയാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇതാ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമാണ് ഇതാ ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോർ. ഇവിടെ 2 മുറിയുണ്ട്. ഇതാണ് 2 മുറിയുടെ സ്ട്രക്ചർ ഒരുപോലെ തന്നെയാണ്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളെ തറവാട്ടിൽ ഇങ്ങനെ ഇല്ല, എന്നാലും ഞാൻ എന്റെ രസത്തിന് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ മെയിൻ മച്ച്, ഇതാണ് ഗൈസ് തറവാട്ടിലെ മച്ച്. തറവാട്ടിലെ മച്ച് ഇടുന്നത് പിന്നെ കാണാനൊന്നുമില്ല. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പുതിയൊരു ഇൻഫ്ലുവൻസർ ആണ്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.